ഗൈസ്, എന്തല്ല എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസം ഒരു പ്രത്യേക മാനസികാവസ്ഥയിലായിരുന്നു. തിരിച്ചെത്തി യുവീനെയും എന്നെയും വിഷ്ണുവിനെയും ഒക്കെ കൊണ്ട് ഈ വീടൊന്ന് സെറ്റാക്കി എടുത്ത് ഇന്നാണ് വീണ്ടും വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലോട്ട് ഞാൻ എത്തിയത്. എല്ലാവരുടെയും റുട്ടീനും ഉറക്കും ജെറ്റ്ലാഗും എല്ലാം കാരണം താറുമാറായി കിടക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു. ഇന്നോട്ട് നമ്മൾ വീണ്ടും വീഡിയോ എടുത്ത് തുടങ്ങുകയാണ്. ഇന്ന് 24 ഡിസംബർ, ഇന്ന് ക്രിസ്മസ് ഈവാണ്. ഇത്തവണ നമുക്ക് ക്രിസ്മസിന് 2-3 പാർട്ടീസാണ് കേട്ടോ ഉള്ളത്. ഓരോരുത്തരുടെയും അവൈലബിലിറ്റി ഉള്ളവർ വെച്ചിട്ടുള്ള കുറച്ച് പാർട്ടീസാണ്. അപ്പോൾ ക്രിസ്മസിൻ്റെ ഒരു വ്ളോഗ് ഇടാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ വർഷം അത്ര ഭംഗിയായിട്ട് അങ്ങോട്ട് എൻ്റെ ചെയ്യില്ലല്ലോ. അപ്പോൾ വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ഇന്ന് റോസിൻ്റെ അവിടെ വെച്ചിട്ട് നമുക്ക് ക്രിസ്മസ് ഈവിൻ്റെ ചെറിയ ഒരു പാർട്ടിയാണ് കേട്ടോ ഉള്ളത്. ഗിഫ്റ്റൊക്കെ ഞാൻ കുറേ വാങ്ങിയെത്തി. പക്ഷെ ഇന്നലെ പാക്ക് ചെയ്തപ്പോഴാണ് കുറേ പേരെ ഞാൻ വിട്ടുപോയിക്കുന്നു എന്നുള്ള ഒരു ഓർമ്മ വന്നത്. അതൊരു വലിയ പ്രശ്നത്തിലോട്ട് നയിക്കണ്ടെന്ന് വിചാരിച്ച് പെട്ടെന്ന് ഓടിപ്പോയി. ഇന്ന് കടകളടയ്ക്കുന്നതിന് മുന്നേ നമുക്ക് ബാക്കി ഗിഫ്റ്റും കൂടെ വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ചലിക്കാം. വിഷ് നല്ല സന്തോഷത്തിലാണല്ലോ. പാട്ടൊക്കെ പാടി. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ 4 ദിവസം? നമ്മൾ രണ്ടുപേരും കുറച്ചൊന്ന് പണിവെട്ടായിരുന്നു കേട്ടോ. കാരണം യുവിക്ക് ജെറ്റ് ലാഗ് ഉണ്ടായിരുന്നു. അവനിവിടെ നാട്ടിലെ സമയത്ത് നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയമാകുമ്പോഴൊക്കെ അവൻ എണീക്കുക. അവന്റെ ഫുഡ് ഹാബിറ്റ്സും ഡ്രിങ്കിങ് ഹാബിറ്റ്സും ഒക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പൊ ആക്ച്വലി ഇക്രമാണ് കുറച്ചൊന്ന് ഹെൽപ്പ് ചെയ്യുന്നതല്ലേ അതിക്ക് ഗെറ്റ് ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്നും ഇക്രം വന്നിട്ടുണ്ട്. ഇക്രം ഒരു 4-5 മണിക്കൂർ നമ്മളിന്ന് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇക്കറത്തിന് നന്നായിട്ട് കുട്ടികളെ നോക്കി ശീലമുള്ളത് കാരണം അവനൊരു റുട്ടീൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അവന് കുറച്ച് കാമാക്കി എടുക്കാനും ഒക്കെ നമ്മളെക്കാളും കുറച്ചും കൂടെ കഴിവ് ഇക്കറത്തിന് തോന്നുന്നുണ്ട്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ അവര് ഹാൻഡിൽ ചെയ്യുന്നത്. ഹേ ലിഫി എന്നൊക്കെ പറഞ്ഞ. എന്തായാലും നമ്മള് പുറത്ത് എന്താ പറയാ, നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ഗിഫ്റ്റ് വാങ്ങാൻ ബാക്കിയുണ്ട്. അപ്പൊ അതൊന്ന് പെട്ടെന്ന് വാങ്ങിയിട്ട് തിരിച്ചു വരണം. ഒരു മെരി ക്രിസ്മസ് പറഞ്ഞുള്ള വിഷു നമ്മുടെ എല്ലാ പ്രേക്ഷകരുടെ അടുത്തും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. വിഷ്ണുവിന് ഇവിടെ വന്നിട്ടുണ്ടല്ലോ. വണ്ടി ഓടിച്ചത് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. ലെഫ്റ്റും റൈറ്റും മാറി പോവുക. പിന്നെ നാട്ടില് വിഷ്ണുവിന്റെ വീട്ടില് വേണു ഈ വാങ്ങിയല്ലോ. വേണു ഇതിന്റെ സ്റ്റിയറിംഗ് ഭയങ്കര സ്മൂത്ത് ആണ്. ടെസ്ലൊക്കെ കാണുന്നതാണ് വിഷ്ണുന്റെ അഭിപ്രായം അല്ലേ? ഇവിടെ കൊണ്ട് കനം തോന്നണോ എന്നൊക്കെ സ്റ്റിയറിംഗിന്. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ഈവ് ആയതുകൊണ്ട് തന്നെ കടകൾ നേരത്തെ അടയ്ക്കുന്നതിന്റെ മുന്നേ നമുക്ക് പോയിട്ട് വാങ്ങിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വന്നപ്പോഴും പാർക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ. കാരണം 23-24 ഒക്കെ ആയിട്ട് എല്ലാവരും ഗിഫ്റ്റ് വാങ്ങിക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പുറത്തായിരിക്കുമല്ലോ. അതുകൊണ്ട് പാർക്കിംഗ് കിട്ടാൻ നല്ല കഷ്ടപ്പാടായിരുന്നു. ഇന്നും കുറച്ച് തെരഞ്ഞിട്ടാണ് ഒരു പാർക്കിംഗ് കിട്ടിയത്. നമ്മൾ ലഞ്ചും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ചെറുതായി എന്തെങ്കിലും ഒന്ന് കഴിച്ചതിന് ശേഷം നമുക്ക് ഷോപ്പിംഗ് തുടങ്ങാം. ഇത്തവണ യുവിയുടെ ഫസ്റ്റ് ക്രിസ്മസ് ആവുകൊണ്ട് വീട്ടില് നമ്മൾ 25th ചെറിയൊരു അന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാവരും വെച്ചിട്ട് ചെറിയൊരു പരിപാടി വെച്ചിട്ടുണ്ട്. 24th ഇന്ന് ഈവനിങ് റോസിന്റെ അവിടെ ക്രിസ്മസ് ഈവ് ഉണ്ട്. 26th നമ്മളിവിടെ NL ഫാമിലി എല്ലാവരും കൂടെ ബെൽജിയത്തോട്ടൊരു ചെറിയ ട്രിപ്പ് പോവാ. എല്ലാ കൊല്ലം നമ്മൾ പോവാറുണ്ടല്ലോ ക്രിസ്മസിന്റെ സമയത്ത്. സാധാരണ മുന്നേ പോവാറ്, ഇത്തവണ ശേഷം പോണം. നല്ല തണുപ്പുണ്ടല്ലോ ഇന്ന്. ഇന്നോട്ടിട്ടാണ് ശരിക്കുള്ള തണുപ്പ് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ. കഴിഞ്ഞ ആഴ്ച ഇത്ര തണുപ്പുണ്ടായിരുന്നില്ല. ഈ ഒരു കുംബീർ ഫലാഫിൽ കടയില്ലേ, ഇത് നമ്മുടെ സെക്കൻഡ് കിച്ചൺ ആണ്. നമ്മൾ അനങ്ങി കഴിഞ്ഞാൽ ഇങ്ങോട്ടാണ് പെട്ടെന്ന് വരാറ്. ഞാൻ ഇന്നൊരു കുംബീറാണ് കഴിക്കുന്നത്. ഈ ഐറ്റം ഉണ്ടോ കുംബീർ കിബ് ഷവർമ. ഇതാണ് നമ്മുടെ കുംബീർ. പൊട്ടറ്റോ നല്ല ചീസൊക്കെ ഇട്ട് നല്ല വെണ്ണ പോലെയാക്കി എടുക്കും. അതിലോട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് എല്ലാം വെച്ച് അങ്ങോട്ട് കഴിക്കുക. കുംബീറിന്റെ ഉത്ഭവം ടർക്കിയാണോ അതോ ക്രൊയേഷ്യ ആണോ എന്നുള്ളത് എനിക്ക് ചെറിയൊരു സംശയമുണ്ട് കേട്ടോ. ലഞ്ച് കഴിച്ചു കഴിഞ്ഞു. നമുക്കിന്ന് ഈവനിങ് ഒരു ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടി ഉണ്ട്. അപ്പോൾ വിഷ്ണുവിന് ഒരു ഫീമെയിൽ ഫ്രണ്ടിനെയാണ് കിട്ടിയിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗിഫ്റ്റ് വാങ്ങിക്കാൻ സഹായിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് അപ്പോൾ പുള്ളിക്കും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കണം. റിച്വൽസിലൊക്കെ ചാകരയാണ് കേട്ടോ. ഈ ഒരു മാസം എനിക്ക് തോന്നുന്നു ഗിഫ്റ്റിങ്ങിന് ഇമ്പോർട്ടൻസ് ഉള്ളത് കാരണേ എല്ലാം ഭയങ്കര തിരക്കാണ്. ഇങ്ങനെ ഗിഫ്റ്റ് കവേഴ്സ് ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അവരവിടെ. അപ്പോൾ വരുന്നു, കൊടുക്കുന്നു, ഓടുന്നു എന്നുള്ള അവസ്ഥയാണ്. നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ബാക്കിൽ ഒരു 10-20 ആൾക്കാർ ക്യൂ ഉണ്ടായിരുന്നു. ഇവിടുത്തെ സാധാരണ രീതിയിൽ വെച്ചിട്ട് അതൊക്കെ വലിയൊരു നമ്പറാണ് കേട്ടോ. എന്താ വിഷ്ണുത്ത് അധികം ഗിഫ്റ്റ് കൊടുക്കുന്നതിനുള്ള അഭിപ്രായം? അങ്ങനെയൊന്നും അല്ല കേട്ടോ. വിഷ്ണുവിന്റെ അഭിപ്രായത്തിൽ അത് ഓവറാണ്. പക്ഷെ ക്രിസ്മസ് മന്ത് ആവുമ്പോൾ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതൊക്കെ ആ ഒരു ഒക്കേഷൻ ഒന്ന് സ്പെഷ്യൽ ആക്കുന്ന കാര്യമാണല്ലോ. അപ്പോൾ എനിക്കിഷ്ടമാണ്. പുള്ളിക്ക് അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടി പൊതുവെ ഇഷ്ടം. നമ്മൾ മിനിസോലാട്ടോ വന്നത്. ഇവിടെ നമുക്ക് പിള്ളേർക്കുള്ള കുറച്ച് ഗിഫ്റ്റ് മേടിക്കണം. വരില്ലേ?
പിന്നെ ഇത്തവണ ഗേൾസിനധികം ഇങ്ങനെ ബോട്ടിൽസും ബോയ്സിനധികം ലഞ്ച് ബോക്സ് അങ്ങനത്തെ സാധനമായിട്ടോ ഗിഫ്റ്റ് എടുത്തത്. ബോയ്സിന് കുറച്ച് പേരൊക്കെ ഞാൻ ഹാരി പോട്ടറിൻ്റെ ലഞ്ച് ബോക്സും പിന്നെ ലഗോയും ഒക്കെ വാങ്ങി. ഗേൾസിന് ഞാൻ അധികം ഇങ്ങനത്തെ നല്ല ക്യൂട്ടായിട്ടുള്ള വാട്ടർ ബോട്ടിൽസ് ആണ് കേട്ടോ എടുത്തത്. പിന്നെ 10 euro ആണല്ലോ നമ്മുടെ ക്രിസ്മസ് ഫണ്ടിനുള്ള ലിമിറ്റ്. അപ്പോൾ അതിലെനിക്ക് കിട്ടിയതായിരുന്നു നല്ലൊരു വൈൻ ഓപ്പണറാണ് കേട്ടോ. അതും പിന്നെ ഒരു കോസ്റ്റ്യൂം നല്ല രസമുണ്ട്. നല്ലൊരു കട കേട്ടോ. ഇത് മുഴുവൻ ഒരു വേറെ വേറെ പാക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. നല്ലൊരു കട. ഇനി ഞാൻ അധികം എവിടെ ഇരിക്കും. കുറേ നല്ല ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാവർക്കുള്ള ഗിഫ്റ്റും വാങ്ങി. ഇനി ഞാനും വിഷ്ണുവും കുറച്ചു നേരം ഒന്ന് വേർപിരിയാണ്. എനിക്ക് അങ്ങനെ വേണ്ട, അങ്ങനെ വേണ്ട. ഞാൻ വിഷ്ണുവിനുള്ളതും വിഷ്ണു എനിക്കുള്ള ഗിഫ്റ്റും വാങ്ങിക്കട്ടെ. വിഷ്ണു പറയാൻ എന്നെ ഒപ്പം കൊണ്ടുപോയി വാങ്ങിക്കാൻ കുറച്ചു നേരത്തിനുള്ളിൽ പെട്ടെന്ന് വാങ്ങിച്ചോളൂ. ഇപ്പൊ വാങ്ങിയൊരു രസമില്ല. അപ്പൊ ഞാൻ അറിയില്ല എന്താന്ന്. അത് വേണ്ടല്ലോ, അത് വേണ്ട. അങ്ങനെയല്ല, ഒപ്പം വന്ന് വാങ്ങണ്ട. അങ്ങനെയല്ല, ഇപ്പൊ താൻ വേറെ പോവാ, ഞാൻ വേറെ പോവാ. അങ്ങനെ ഞങ്ങൾ പോയി ഗിഫ്റ്റ് വാങ്ങിട്ട് വരാട്ടോ. അന്ന് വാങ്ങിക്കാത്തോക്ക് സമയം കിട്ടിയില്ല. അപ്പൊ ഇന്ന് വാങ്ങിക്കാൻ പോവാ. അപ്പൊ കാണാട്ടോ. നമ്മൾ 30 euro ആണ് ബഡ്ജറ്റ് വെച്ചിട്ടുള്ളത്. ബഡ്ജറ്റ് ഷോപ്പിംഗ് ആണ് കേട്ടോ. 30 euro തന്നെ വാങ്ങിക്കണം. ഓക്കെ. സത്യം പറഞ്ഞാൽ ഞാൻ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. പക്ഷേ അന്ന് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ളത് കാരണം വിഷ്ണുവിൻ്റെ ഗിഫ്റ്റ് വാങ്ങിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നിപ്പോൾ പോയി വാങ്ങിക്കാം. വലിയൊരു ഐഡിയ അല്ലേ എന്താ വാങ്ങിക്കേണ്ടതെന്ന്. കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓട്ടമായത് കാരണം ഇതിക്ക് അങ്ങോട്ട് ഫോക്കസ് ചെയ്യാൻ ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ ഒരു 10 മിനിറ്റിൽ നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ അത് വാങ്ങാം. 2-3 കടയിൽ കയറി അങ്ങനെ മനസ്സിന് പിടിക്കുന്നൊന്നും കാണുന്നില്ല. ഇവിടെ ഒരു മൊബൈൽ ഷോപ്പ് ഉണ്ട്, ഒരു മൊബൈൽ ആക്സസറീസ് ഒക്കെ കിട്ടുന്നത്. അവിടെ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഒട്ടും ഉപയോഗമില്ലാന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ഗിഫ്റ്റായിട്ട് അങ്ങനെ പെട്ടെന്ന് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആ ഷോപ്പിലും കൂടെ ഒന്ന് പോയി നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ കട. ഇവിടെ നിന്ന് ഇത് വിഷ്ണുവിന് അത്ര ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അത്ര ഉറപ്പൊന്നുമില്ല കേട്ടോ. പക്ഷെ എന്നാലും പെട്ടെന്ന് കിട്ടിയ ഒരു ഓപ്ഷനായിരുന്നു. ഇനി വേണമെന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാലോ, നമ്മുടെ കയ്യിൽ ബില്ലുണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് എൻ്റെ വക വിഷ്ണുവിനുള്ള ക്രിസ്മസ് ഗിഫ്റ്റ്. കണ്ടുകുട്ടി വാങ്ങിയോ? കൈ പിടിച്ച് വിളിക്കണം. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ഷോപ്പിംഗ് തൽക്കാലം തീർന്നു. ഇനി വീട്ടിൽ പോട്ടെ. വീട്ടിൽ പോയിട്ട് കുറച്ച് നാളത്തെ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള മാവരച്ച് വെക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം. മാവരച്ച് വെക്കാനൊക്കെ ഉണ്ട്. വിഷ്ണുവിന്റെ പണിയാ. 6 മണിയാകുമ്പോ റോസിന്റെ അവിടെ എത്തും വേണം. എത്തും. ഇപ്പൊ സമയം 4 ആയിട്ടേ ഉള്ളൂ. ഇനി എന്താ അപ്പഴേ ഡ്രസ് ചെയ്ത് പറഞ്ഞ പെട്ടെന്ന്. റോസിന്റെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞാനൊരു ഫ്ലവർ നോക്കി നടന്നപ്പോഴാണ് നമ്മുടെ വാഴക്കൊലയൊക്കെ ആൾക്കാർ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മറ്റേ വാഴ കൂമ്പുണ്ട്. 14 euro. കോട്ടൺ ക്ലബിൽ നിന്ന് ഒരു സ്വെറ്ററാ വാങ്ങിയല്ലേ വിഷ്ണു? എന്താന്ന് പറയുന്നില്ല കേട്ടോ. പക്ഷെ വിഷ്ണു, കോട്ടൺ ക്ലബ് ഒന്ന് 30 euro തനിക്ക് കിട്ടാൻ കുറച്ച് ടഫായിട്ടുണ്ടാവും. ഇവിടെ നോക്കൂ, കള്ളത്തരം പറയരുത്. ഞാൻ കൃത്യം 30 നിർത്തിയിട്ടുണ്ട്. ഓഫറോ? നാളെ നോക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ അത് ഫൗളാണ്. പക്ഷെ ലാഭം എനിക്കായത് കാരണം കുഴപ്പമില്ല. സമയം 4:15. നമ്മള് 4:30 ആകുമ്പോൾ വീട്ടിലെത്തുന്നുണ്ടാവും. വീട്ടിലെത്തിയ ഉടനെ ആദ്യം ഞാൻ റെഡിയാവും. വിഷ്ണു റെഡിയാവോ? ഇല്ല, വിഷ്ണു മാവ് അരയ്ക്കാനുണ്ട്. ഇന്നലെ ഞാൻ മാവ് കൃത്യമായി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ഞാൻ ബാക്കി എല്ലാ കുക്കിങ്ങും നമ്മുടെ നാളത്തെ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ളത് തീർത്തു. അപ്പോൾ ഇനി മാവ് അരച്ച് വെച്ച് കഴിഞ്ഞാൽ നാളെ ആകുമ്പോഴേക്ക് പൊങ്ങൂലോ. അപ്പോൾ മാവ് അരയ്ക്കുന്ന പരിപാടി വിഷ്ണുവാണ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാവ് അരച്ചിട്ട് വിഷ്ണു കുളിക്കും അല്ലേ. ഞാനാണെങ്കിൽ കുളിച്ചതിന് ശേഷം യുബീനെ റെഡിയാക്കാം. ഇക്കറുള്ളത് ഒരു വലിയ സഹായമായിരുന്നു കേട്ടോ. കഴിഞ്ഞ 2-3 ദിവസം ക്രിസ്മസ് ഡെക്കോർസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇക്കറത്തിൻ്റെ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വന്നിട്ട് ഒരു 2-3 ദിവസത്തിൽ ഇതെല്ലാം കൂടെ ചെയ്തെത്തണമായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രൊഫഷനാണല്ലോ, അതും പോസ്റ്റ് ചെയ്തെത്തണം. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ഒരു ഓട്ടത്തിലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസം. അതെല്ലാം ഒന്ന് ഒതുങ്ങുന്ന ഒരു ദിവസം ഇന്നാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി വരുന്ന കുറച്ച് ദിവസം നമ്മൾ ചെറിയ യാത്രയും കാര്യങ്ങളൊക്കെയാണ്, അപ്പോൾ വ്ളോഗ് എടുക്കണ്ടെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഓർത്ത് കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ക്രിസ്മസ് വ്ളോഗ് ഇല്ലാതെ നമ്മുടെ ഈ ഒരു വർഷം എൻഡ് ചെയ്യുന്നത് ശരിയല്ല. പിന്നെ ഇവിടെ വന്നിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളും കാത്തിരിക്കുകയായിരിക്കും. അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ഡിസപ്പിയർ ആവുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഷോർട്സും റീൽസും തൽക്കാലം ഒരു നമ്മുടെ ഈ പ്രോഗ്രാമിൽ നിന്നൊക്കെ ബ്രേക്ക് എടുത്ത് നമ്മുടെ ക്രിസ്മസ് കണ്ടന്റ് എക്സ്ക്ലൂസീവ്ലി ഫോർ നമ്മുടെ ലോങ് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. വേറെ നമ്മുടെ ക്രിസ്മസ് വിശേഷങ്ങൾ വേറെ എവിടെയും എന്താ പറയുക ഷോർട്സ് ആയിട്ടൊന്നും നമ്മൾ ചെയ്യുന്നില്ല. പിന്നെ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞതുപോലെ പല ചാനലും നമ്മുടെ കോണ്ടന്റ്സ് അവിടെ ഇവിടെയൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. വീണ്ടും ഞാൻ പറയുന്നു, അല്ലെങ്കിൽ വീണ്ടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അറിഞ്ഞുകൊണ്ടോ എൻ്റെ സമ്മതത്തോടു കൂടിയോ എൻ്റെ താല്പര്യത്തോടു കൂടിയോ അല്ല അത് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യൂസ് കിട്ടുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു വീഡിയോൻ്റെ അവിടെ ഇവിടെ ഇല്ലാത്ത
കുട്ടി കുട്ടി ഭാഗങ്ങൾ നിങ്ങൾ എടുക്കുമ്പോൾ ഞാൻ പറയുന്ന കോണ്ടെക്സ്റ്റ് പോലെയല്ല വരുന്നത്. പിന്നെ അപ്പോൾ അങ്ങനെ എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കോണ്ടന്റ്സ് ചെയ്ത് നിങ്ങളത് അപ്ലോഡ് ചെയ്യുക, അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. എൻ്റെ ഇങ്ങനെ അവിടെയും ഇവിടെയും മുറിച്ചെടുക്കാതിരിക്കും. ഇതെൻ്റെ ഒരു റിക്വസ്റ്റായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക, ചെയ്യാതിരിക്കുക. എന്താണ് വിഷ്ണു അതിനെ പറ്റി പറയാനുള്ളത്? അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചാൽ എനിക്ക് വലിയൊരു ഉപകാരമായിരിക്കും. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി വീട്ടിലധികം നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. സൺസെറ്റ് ആയി കണ്ടോ, സമയം 4:30 ആയിട്ടേ ഉള്ളൂ. ഇപ്പൊ വിന്ററായി കഴിഞ്ഞാൽ പിന്നെ 4 മണി 4:30 ആകുമ്പോൾ സൺസെറ്റ് ആവുമല്ലോ. അതുകൊണ്ട് ഇക്കൊല്ലം തോൽവിയിൽ നിന്ന് നമ്മൾ വീണ്ടും തുടങ്ങുന്നു. സമയത്ത് ഇറങ്ങാൻ പറ്റുന്നുള്ള റെസൊല്യൂഷൻ വീണ്ടും ഞാൻ ഇക്കൊല്ലം എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. പക്ഷേ അത് ഭയങ്കര സന്തോഷമുള്ള റെസൊല്യൂഷൻ. അല്ലെങ്കിൽ ഇറങ്ങാൻ നേരത്തെ നമ്മൾ എന്തും അടിയാണ്. ഞാൻ അവസാനം എൻ്റെ ഷൂസും ഹീൽസും ഒക്കെ കൈ പിടിച്ച പിന്നാലെ പകുതി കാറൊക്കെ ഇറന്നിട്ടൊക്കെയാണ് കയറാറ്. വിഷ്ണു വണ്ടിയിട്ട് പോയിണ്ടാവും. എന്ന് ഇറങ്ങാൻ നേരത്തെ നമ്മൾ അടിയാൻ ലേറ്റ് ആയിട്ട്. എത്ര നോക്കിയാലും ഞാൻ പറയാറില്ല, ലേറ്റ് ആവുന്നത് ഒരു ഒട്ടും നല്ല സ്വഭാവമായിട്ട് പറയല്ല കേട്ടോ. വളരെ 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 മോശം സ്വഭാവമാണ്. വേറുള്ളവരുടെ സമയം നമ്മൾ വാല്യൂ ചെയ്യുന്നില്ല എന്നൊക്കെ ആൾക്കാർക്ക് തോന്നുന്നൊരു സ്വഭാവമാണ്. എത്ര നോക്കിയാലും ടൈം കാൽക്കുലേഷൻ അങ്ങോട്ട് ശരിയായി വരുന്നില്ല. ഈ ഉറങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് ഇക്ര മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബെല്ലടിക്കണ്ട, കുട്ടി നോക്കാം തുറക്കുമെന്ന്. കുറച്ച് വാങ്ങി ഗിഫ്റ്റും കൂടെ റാപ്പ് ചെയ്യാനുണ്ട്. ഇന്നലെ തന്നെ ഇക്ര ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം കുറച്ചധികം ഗിഫ്റ്റ് ഇത്തവണ വാങ്ങിയിട്ടുണ്ട്. യുവിയുടെ ഫസ്റ്റ് ക്രിസ്മസ് ആവുകൊണ്ടേ എനിക്ക് എല്ലാവർക്കും യുവി വഴി ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കണം എന്നൊരാഗ്രഹം. ഇത്തവണ അങ്ങനെ ഒരുപാട് നമ്മൾ ക്രിസ്മസ് ഡെക്കോർസ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല കേട്ടോ. ഈ ഒരു ട്രീ ചെയ്തു, പിന്നെ ഇവിടെ ചെറിയൊരു സ്നോ ലാൻഡ് ചെയ്തു. അത്ര തന്നെ നമ്മൾ കാര്യമായിട്ട് ചെയ്തിട്ടുള്ളൂ. ഇത് യുവിയുടെ രാജകീയമായ സീറ്റാണ്. കാരണം യുവിക്ക് ലൈറ്റ്സ് ഒക്കെ കാണാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ ഒരു മണിക്കൂറൊക്കെ ഇതൊക്കെ നോക്കി ചിരിച്ചിങ്ങനെ ഇരിക്കുന്ന കാണാം. പിന്നെ യുവിക്ക് ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും വല്യമ്മമാർക്കും എല്ലാവർക്കും കൊടുക്കാനുള്ള ഗിഫ്റ്റാണ് കേട്ടോ ഇത്. അവൻ്റെ ഫസ്റ്റ് ക്രിസ്മസ് അല്ലേ, അതുകൊണ്ട് ഞാൻ എല്ലാ ആൾക്കാർക്കും ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം റാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നാളെ ഇനി അവർ വരുമ്പോൾ കൊടുക്കണം. ബാക്കിയുള്ളവർക്ക് നമ്മൾ ഇന്ന് കൊണ്ടുപോയി കൊടുക്കും. എങ്ങനെയുണ്ട് എൻ്റെ ക്രിസ്മസ് ട്രീ? പിന്നെ ഒരു കുട്ടി ക്രിസ്മസ് ട്രീ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത്തവണ പില്ലോ കവേഴ്സ് എല്ലാം ഹോം ആൻഡ് കോ എന്ന് പറയുന്ന ഒരു ഹോം ഡെക്കോർ പേജിൽ നിന്ന് അവരെനിക്ക് സെൻഡ് ചെയ്ത് തന്നായിരുന്നു. അപ്പോൾ വന്ന ഉടനെ അതെല്ലാം അങ്ങോട്ട് വെച്ചു. അതിലൊരു സമയം എനിക്ക് ഇത്തവണ ഉണ്ടായിരുന്നുള്ളൂ ഡെക്കറേഷൻസിന് വേണ്ടിയിട്ട്. ഇത് നല്ല ഉറക്കാം കേട്ടോ. ഇപ്പം എണീറ്റ് കരഞ്ഞിട്ടേ ഉള്ളൂ. ഇന്നലെ എണീറ്റ് വന്നിരിക്കുന്നു എൻ്റെ മോൻ. ഇന്നലെ 2 മണിക്ക് എണീറ്റ് കളിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ക്ഷീണം ഉണ്ടാവുമല്ലോ. ഇവിടെ നാളത്തേക്കുള്ള മാവും കാര്യങ്ങളും ഒക്കെ നമ്മൾ അരച്ചുകൊണ്ടിരിക്കുകയാണ്. റോസിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോകാൻ 1-2 സാധനങ്ങളുണ്ടായിരുന്നു. അതൊക്കെ എടുത്തു വെച്ചു. ഇനി ഞാൻ പോയിട്ട് റെഡി ആവട്ടെ. ഇന്നലെ രാത്രി 2 മണിക്ക് എണീറ്റ് കളിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ടല്ലേ ഇന്ന് ഇത്ര ടയർഡായത്. ക്രിസ്മസ് ഈവ് എന്തായി ഇപ്പോൾ? യുവിയും ടയർഡായി, അമ്മയും ടയർഡായി. എന്താണ് പറയുന്നത്? ഇഷ്ടപ്പെടില്ല, ദേഷ്യം വരാണ്ടോ? കുങ്കടപ്പൻ കുങ്കടപ്പൻ കുങ്കടപ്പൻ. അപ്പോൾ ഞങ്ങൾ പോയി റെഡി ആയിട്ട് വരാം. ഞാൻ ഇവന് റെഡിയാക്കട്ടെ. 10 മിനിറ്റിൽ റെഡിയാവാന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. വന്നു കഴിഞ്ഞിട്ട് നമ്മൾ താഴത്തെ ഫ്ലോർ മാത്രമാണ് കേട്ടോ ക്ലീൻ ചെയ്യും, അതേപോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളൂ. കൊണ്ടുവന്ന സാധനങ്ങൾ പകുതിയിലേറെ ഇത് ഇവിടെ സൈഡിൽ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ്. അത് ഈ ഒരു തിരക്കും ബഹളവും ഒന്ന് കഴിഞ്ഞിട്ട് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇനി 10 മിനിറ്റിൽ നമ്മൾ റെഡി ആവണം. ഞാൻ ഡ്രസ്സ് കാണിച്ചതേ. ഇത് നമ്മുടെ എന്ത് ക്രിസ്മസ് ഈവിൻ്റെ എൻ്റെ ഡ്രസ്സാണ് കേട്ടോ. വളരെ വെറൈറ്റി ആയിട്ട് നമ്മൾ ഗ്രീനും റെഡും വൈറ്റും ആണ് ക്രിസ്മസ് ഇടാൻ വേണ്ടി പോണേ. അപ്പൊ അതുകൊണ്ട് എൻ്റെ ഉണ്ടായിരുന്നു 1-2 ആ തീമിൽ വരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ഡ്രസ്സ് അങ്ങോട്ട് വാങ്ങിക്കാം. അപ്പോൾ ഞാനും വിഷ്ണുവും യുവിയും ഈ ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് ഇടുന്നത്. ഞാൻ കാണിച്ചത് കേട്ടോ. നാളത്തെ നമ്മുടെ പരിപാടി പെട്ടെന്നുണ്ടായ ഒരു പരിപാടിയായിരുന്നു. ആദ്യം അങ്ങനെ ചെയ്യണോ വേണ്ടേന്നൊക്കെ സംശയം വന്നു. കാരണം വന്നിട്ട് ഒരു 5-6 ദിവസത്തിൽ തന്നെ ഒരു ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അത്ര ഈസി ആയിരിക്കില്ലല്ലോ. അപ്പൊ വേണോ വേണ്ടെന്നൊക്കെ ചിന്തിച്ചു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യുവിയുടെ ഫസ്റ്റ് ക്രിസ്മസ് ആകുമ്പോൾ പിന്നെ ചെയ്തില്ലല്ലോ എന്നൊരു വിഷമമായിരിക്കും. അങ്ങനെ പെട്ടെന്ന് ഉണ്ടായൊരു പ്ലാനായിരുന്നു. ആദ്യം ഞാനും ദീപ ചേച്ചിയും കൂടെയാണ് തുടങ്ങിയത്. പിന്നെ അമ്മ ചേച്ചി അച്ചേച്ചിയും ഒക്കെ ഉണ്ട് നാളെ. ബാക്കി എല്ലാവരെയും നമ്മൾ ഇന്ന് റോസിന്റെ അവിടെ നിന്ന് കണ്ടു കേട്ടോ. ഇനി ഇതിലൊന്നും കാണാത്തവരെ കൂട്ടിയിട്ടാണ് നമ്മൾ 26-ാം തീയതി ചെറിയൊരു ക്രിസ്മസ് ഗെറ്റ് അവേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടി പോകാൻ പോണേ. സാധാരണ നമ്മൾ റെഡി ആവുന്ന സമയത്ത് ഇങ്ങനെ ലോങ് വീഡിയോ എടുക്കുന്നതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഷോർട്സ് ആയിട്ട് അല്ലെങ്കിൽ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കാനുണ്ടാവുമല്ലോ. രണ്ടും 2 ഫോർമാറ്റിലാണല്ലോ എടുക്കുക. ലോങ് വീഡിയോസ് നമ്മൾ ഇങ്ങനെയാണ് എടുക്കുക, റീൽസ് നമ്മൾ ഇങ്ങനെയാണ് എടുക്കുക. ഞാൻ നമ്മുടെ ലോങ് വീഡിയോസ് തന്നെ കട്ട് ചെയ്തിട്ടല്ല റീൽസിനുള്ള കോണ്ടന്റ്സ് എടുക്കാറ്. എനിക്കത് സെപ്പറേറ്റ് പോർട്രേറ്റിൽ എടുക്കുമ്പോൾ തന്നെയാണ് അതിലൊരു ഭംഗി തോന്നാറ്. അപ്പോൾ ഒരേ വിഷ്വൽസ് തന്നെ 2 സമയം ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്തിട്ടൊക്കെ ആക്ഷൻ ചെയ്തിട്ടൊക്കെ നമുക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ ആ ടെൻഷനും കാര്യങ്ങളും ഒന്നും ഇന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചധികം
സമയം ഉണ്ടായിരിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മളുടെ ഫുൾ കണ്ടന്റ് ഇന്ന് നമ്മൾ ലോങ് വീഡിയോ മാത്രമാണ്. അപ്പൊ ഇതാണ് എൻ്റെ ഒരു സ്വെറ്റ് ഡ്രസ്സ് വരുന്നത് കേട്ടോ. ഇതൊരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഗ്രീൻ 50% ഓഫുമാണ്. ഗ്രീൻ സ്വെറ്റർ ആണ് കേട്ടോ. ഈ സ്വെറ്ററിന്റെ അകത്ത് ഞാനൊരു സാധനം കൂടെ വാങ്ങിയിട്ടുണ്ട്. ഇതൊരു കാലത്ത് വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു സംഗതിയായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറെ ആൾക്കാരുടെ കയ്യിൽ ഇതുണ്ടായിരിക്കും എന്നുള്ളത്. ഇന്ത്യയിൽ ഉണ്ടാവേണ്ടതാണല്ലോ ഇവിടെ. ഇതൊരു കണ്ടോ, ഇത് നമുക്ക് അകത്തിട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു സ്വെറ്റർ ഇടാം. അപ്പൊ ഈ ഒരു ഫീല് വരും. ഇതും പിന്നെ ഒരു ബ്രൗൺ കളർ ബൂട്ട്സും ആണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിട്ടിട്ട് ഞാൻ പെട്ടെന്ന് വരാം. ഓക്കെ, നമ്മുടെ കോളറും അതേപോലെ ഈ ഡ്രസ്സും വരുന്നത്. പക്ഷെ ഇത് കണ്ടോ, ഇത് ഭയങ്കര തിന്നായത് കാരണം കുറച്ച് നേളടിച്ച് കാണുന്നുണ്ട്. അപ്പൊ ഇതിന്റെ മുകളിൽ നമുക്ക് ഒരു ടീഷർട്ടും കൂടി ഇട്ടതിന് ശേഷം ഈ ഒരു സ്വെറ്റ് ഡ്രസ്സ് ഇടാട്ടോ. അതിന് മുന്നേ കുറച്ച് മേക്കപ്പ് പരിപാടികളൊക്കെ അങ്ങോട്ട് ചെയ്ത് തീർക്കട്ടെ. കാര്യമായിട്ട് നമ്മളങ്ങനെ ഭയങ്കര മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല. സിമ്പിളായിട്ട് ജസ്റ്റ് കുറച്ച് ബ്ലഷും പിന്നെ ലിപ്സ്റ്റിക്കും കണ്ണൊക്കെ എഴുതി ഒരു പാർട്ടിക്ക് പോയല്ലേ അതിന്റെ ഒരു മെനയൊക്കെ വരുത്താം, അത്രേ ഉള്ളൂ. ഡ്രസ്സ് ചെയ്യാൻ പോയത് ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും തിരിച്ചെത്തിയത് കുട്ടി യുവിനായിട്ടാണ്. കുട്ടി യുവി എവിടെ? കുട്ടി യുവി ഇതാ കുട്ടി യുവി. ഞങ്ങളിന്ന് എല്ലാവരും വൈറ്റും ഗ്രീനും കോമ്പിനേഷനിലാട്ടോ ഡ്രസ്സ് ചെയ്യുന്നത്. എന്തൊക്കെയോ പറയാൻ നോക്കുന്നുണ്ട്. ഇത് യുവിക്ക് റോസ്മേമ തന്ന ഡ്രസ്സാണ്. കാണിച്ചുക്കും എല്ലാവർക്കും. റോസ്മേമ ഗിഫ്റ്റ് ചെയ്ത ഡ്രസ്സാണ് ഇത്. കണ്ടോ, മൈ ഫസ്റ്റ് ക്രിസ്മസ് എന്നൊക്കെ എഴുതിയിട്ട് എവിടെ കണ്ടോ, മൈ ഫസ്റ്റ് ക്രിസ്മസ്. യുവിയുടെ ഫസ്റ്റ് ക്രിസ്മസ് ആണിത് അല്ലേ? യുവിയുടെ ഫസ്റ്റ് ക്രിസ്മസ് ഡ്രസ് ആണിത്. ഇനി നമുക്ക് 4-5 ദിവസം കംപ്ലീറ്റ് ക്രിസ്മസ് ഡ്രസ് തന്നെ വിഷ്ണു ഇടാൻ. ഇതിന് നമ്മളൊരു കോമ്പറ്റീഷൻ ഇട്ട് തീർത്താലാണ് നമുക്ക് ഈ ഡ്രസ്സുകളെല്ലാം ഇട്ട് തീരുള്ളൂ. അപ്പൊ ഇതാണ് യുവിയുടെ ഫസ്റ്റ് ക്രിസ്മസ് ഡ്രസ്. നല്ല ഡ്രസ്സല്ലേ കേട്ടോ. ഡ്രസ്സ് മാത്രമല്ല, നമുക്ക് ഒരു റെയിൻഡിയറിന്റെ ഷൂവും കൂടെ ഉണ്ട് കേട്ടോ. ഷൂ ഞാൻ റെഡ് ഇടിച്ചു. എനിക്കിത് മാത്രമേ കിട്ടിയുള്ളൂ. അവസാനം വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഗ്രീനൊന്നും എനിക്ക് തപ്പിയിട്ട് കിട്ടിയില്ല. അപ്പൊ തൽക്കാലം റെഡ് ഇടിക്കാന്ന് വിചാരിച്ചു. നാളെ നമുക്ക് സാന്റയുടെ കോസ്റ്റ്യൂം ഒക്കെ ഇടാനുണ്ട്. സാന്റ കോസ്റ്റ്യൂം ഇടാനുണ്ട് യുവിക്ക്. അത് ഗീതുമേമ ഡ്രസ്സാണ് കേട്ടോ. ഗീമുവിന്റെ ഗിഫ്റ്റ് ആയിരുന്നു സാന്റ ഡ്രസ്സ്. പിന്നെ ഇവൻ ഇപ്പൊ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യില്ല ഒരു 2 വീക്സിൽ പ്രോപ്പർലി. അപ്പോ അതിന് വേണ്ടിയിട്ടുള്ള സ്പൂണും ഫോർക്കും പിന്നെ സിലിക്കോണിന്റെ മറ്റേ എന്താ പറയാ കഴിക്കുമ്പോ വെക്കുന്ന അങ്ങനത്തെ കുറെ ഐറ്റംസ്, എന്തൊക്കെ കറക്റ്റും പേര് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ അതല്ല. അപ്പൊ അച്ഛയും കൂടെ വന്നിട്ട് നമ്മൾ തിരിച്ചു വിടാന്ന് പഠിയോ. മെരി ക്രിസ്മസ് പഠിയോ. മെരി ക്രിസ്മസ്. യുവി ഫസ്റ്റ് യുവിയുടെ ക്രിസ്മസ് ഈവിന് പോയിട്ട് വിടാന്ന് പഠിയൂ. ചേച്ചിമാരേ ഉവി പോയിട്ട് വരാട്ടോ. ചേട്ടന്മാരേ ഉവി പോയിട്ട് വരാട്ടോ. ടാറ്റ പറഞ്ഞോളൂ. ടാറ്റാ. ഞാൻ പോണതിന്റെ മുന്നേ ഒരു ചെറിയ മാറ്റം കൂടെ വരുത്തിട്ടോ. നേരത്തെ വെച്ച കോളറില്ലേ അതിനേക്കാൾ കുറച്ചും കൂടെ എനിക്ക് ഭംഗി ഷർട്ടാണെന്ന് തോന്നി. അപ്പൊ ഇത് ഞാൻ മുന്നേ എനിക്ക് തോന്നുന്നു ബാർസലോണയിൽ പോയ സമയത്ത് ഞാനും ഗീതും കൂടെ പോയില്ലേ? അല്ല, നമ്മൾ 4 പേരും കൂടെ പോയപ്പോ ഞാനും ഗീതും കൂടെ ഷോപ്പിങ്ങിന് പോയിട്ട് വാങ്ങിയ ഒരു വൈറ്റ് ഷർട്ടാണിത്. അപ്പോ അതിന്റെ കോളറിൽ ഇതേപോലെ നല്ല വൈറ്റ് സ്റ്റോൺസ് ഒക്കെ വരുന്നുണ്ട്. അതും പിന്നെ കയ്യിന്റെ ഇവിടെ ഞാൻ അങ്ങനെ വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഒരു രസം ഉണ്ടായിരിക്കും ആകെ മൊത്തം. എങ്ങനെയുണ്ട്? ഇറങ്ങാം വിഷ്. ഇന്ന് ആൽബർട്ടൈനും അതേപോലത്തെ സൂപ്പർ മാർക്കറ്റും ഒക്കെ സമയം വ്യത്യാസം ഉണ്ട് കേട്ടോ. നേരത്തെ അടയ്ക്കും. അപ്പൊ ഇവന്റെ കുറച്ച് ഡയപ്പേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. ഇത് വാങ്ങിയിട്ട് വേണം നമുക്ക്. ഉവി റെഡിയാണോ പോവാൻ? ഉവി റെഡിയാണോ? അതെ, ഉവി റെഡിയാണ്. എന്താ ഉവി ഇത്? ഉവിക്ക് ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും കൊടുക്കാനുള്ള ഗിഫ്റ്റ് ആണ്. ഇന്ന് വൈകുന്നേരം വരുന്ന ചേട്ടന്മാർക്കും ചേച്ചിമാർക്കുള്ള ഗിഫ്റ്റ് എടുക്കാം. കണ്ടോ, ഗിഫ്റ്റ് എടുക്കാം. ഷെറീർ ഇറങ്ങിയെന്നുള്ളത് വിഷ്ണു വിളിച്ച് ചോദിച്ചോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഇത് റൂഹിക്കുള്ളതാണോ? ഇത് റൂഹിക്കുള്ളതാണോ? ഇത് എന്റെ ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ഗിഫ്റ്റ് ആട്ടോ. അതിത്. പിന്നെ ഇത് വിഷ്ണുവിന്റെ ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ഗിഫ്റ്റ് ആണ്. ബാക്കിൽ വേറെ തന്നെ ഒരു കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നിങ്ങൾ ചെവി അടച്ചത് കേൾക്കുക കേട്ടോ. പിന്നെ ഇതൊക്കെ ബാക്കി നമുക്ക് നാളെ കൊടുക്കാനുള്ള ഗിഫ്റ്റാണ്. ഇത് നമുക്ക് എടുക്കാനുള്ളതാണ്. ഇതിവിടെ ഇരിക്കട്ടെ. ഇതിവിടെ ഇരിക്കട്ടെ. കൊടുക്കണത് അല്ലേ? 3 പേരുടെയും
ക്രിസ്മസ് ഈവിന്റെ ഡ്രസ്സ് ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. ഞാൻ അങ്ങനെ റെഡോ വൈറ്റോ ഗ്രീനോ ഏതെങ്കിലും എടുക്കാന്ന് വിചാരിച്ച് പോയതായിരുന്നു. പിന്നെ എടുത്തു വന്നു കഴിഞ്ഞപ്പോ വൈറ്റ് ഗ്രീനും ആയി. വിഷ്ണുവിന്റെ അടുത്ത് ഇതേ ഗ്രീൻ വരുന്ന ഒരു പാൻസ് ഉണ്ട് കേട്ടോ, പക്ഷെ അത് ഇടുന്നില്ല. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. 6:30 ഇനിയിപ്പൊ ഇറങ്ങിയാണ് ഒരു 6:45 നമ്മള് റോസിന്റെ അടുത്ത് എത്തുള്ളൂ. 7 മണിയാകുമ്പോ സ്റ്റാർട്ട് ചെയ്യണമെന്നാ പറഞ്ഞത്. അപ്പൊ ഇന്ന് ഏകദേശം കൃത്യ സമയത്താണ് നമ്മൾ ഇറങ്ങുന്നത്. ഇപ്പോഴാണ് മൂവി കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയത്. പോട്ടെ മതി. നാട്ടിൽ എങ്ങനെ നടന്നിരുന്ന കുട്ടിയാ. ഇപ്പൊ ഒരു കാർ സീറ്റ്, അതിന്റെ അകത്തൊരു ജാക്കറ്റ്, അതിന്റെ അകത്തൊരു ഹൂഡി, അതിന്റെ അകത്ത് പിന്നെയും ഒരു ഇന്നർ. അങ്ങനെയാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇന്ന് ഫീൽസ് ലൈക്ക് -5 ആണ്. വിഷ്ണു, മെറി ക്രിസ്മസ് ഇൻ അഡ്വാൻസ്. ഞാൻ അങ്ങനെ പെട്ടെന്ന് ആലോചിക്കായിരുന്നു, തനിക്ക് എന്താണ് തോന്നുന്നത് ഈ ഒരു ക്രിസ്മസ് ആസ് എ ഫാദർ? തന്റെ ഫസ്റ്റ് ക്രിസ്മസ് ആസ് ഫാദർ ആണ്. എന്താണ് ഫീൽ ചെയ്യണത്? എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയട്ടെ. തനിക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ താൻ ഒരിക്കലും തൻ്റെ ഡ്രസ്സിങ്ങിനെ പറ്റിയിട്ടൊന്നും അത്ര ബോധമായിരുന്നില്ല. ഞാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് വരികയാണെങ്കിൽ അത് താൻ ഇടും പോകും. പക്ഷെ ഇപ്പൊ യുവി എന്താ ഡ്രസ്സ് ചെയ്യണത്? യുവിക്ക് അത് മാച്ച് അല്ലല്ലോ. അങ്ങനെ താൻ ചിന്തിക്കാറുണ്ട് ഇല്ലേ? അത് ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല, എനിക്കറിയില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ചിന്തിക്കും. എനിക്കിപ്പോൾ ഞാനൊരു പാർട്ടിയിൽ ഫുള്ളി ആ ഡ്രസ് കോഡ് പോകണമെന്നോ അല്ലെങ്കിൽ ആ ഡ്രസ് കോഡ് ഫോളോ ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമില്ല. എന്താണ് തനിക്ക് അപ്പുറത്തെ വണ്ടിക്കാരുടെ കലിപ്പ്? എന്നാ പറയൂ, തനിക്ക് എന്താണ് ഫസ്റ്റ് ക്രിസ്മസിൽ ആസ് എ ഫാദർ തോന്നണത്? ഫസ്റ്റ് ക്രിസ്മസ് അങ്ങനെ യുവിനെ ക്രിസ്മസ് ട്രീ ഒക്കെ ആദ്യമായിട്ട് കണ്ടിട്ട് അവനുണ്ടായ ഒരു വാവ് മൊമെന്റ് ഒക്കെ നമുക്ക് ഇന്ന് ഓർമ്മ ഉണ്ടാവും എനിക്ക് തോന്നുന്നു. ഞാനത് കാണുന്ന ചെയ്തില്ല. അറിയോ? മൂത്തോരെ കിടന്നു. അങ്ങനെയാണോ വിഷ്ണു പറയേണ്ടത്? അതാണോ ശരിക്കും ഉണ്ടായത്? പിന്നെ നീ രാവിലെ താഴേക്കര വിളിച്ചപ്പോ നീ വന്നില്ല. ഞാൻ കിടന്ന് ഉറങ്ങാൻ പോകുന്നു. ഇത് ഇങ്ങനെ ഒരു സെന്റൻസ് നമ്മൾ ഒരേ കാര്യം 2 ആംഗിളിൽ പറയുന്നത് നോക്കി നോക്കും. വിഷ്ണു ഇപ്പൊ പറഞ്ഞത് കേട്ടാ തോന്നുന്നു ഞാൻ രാവിലെ എണീക്കാനുള്ള മടി കാരണം ഞാൻ എണീക്കാത്തതാണ്. യുവിക്ക് ക്രിസ്മസ് ട്രീ വേണമെന്ന് വിഷ്ണുവിനേക്കാളും നിർബന്ധം ഉണ്ടായിരുന്നു എനിക്കാണ്. ഇവിടെ വന്ന് ഞാൻ അടുത്ത ദിവസം തന്നെ ക്രിസ്മസ് ട്രീക്ക് വേണ്ട 1-2 സാധനങ്ങളും ത്രെഡും ഒന്നും എൻ്റെ ഉണ്ടായിരുന്നില്ല. അതൊക്കെ വാങ്ങി വന്ന് ഞാനും മിക്രും കൂടെ രാത്രി ഏകദേശം 1 മണി വരുന്നിട്ടാണ് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ വിഷ്ണു യുവി ഇപ്പൊ നേരത്തെ എണീക്കാറുണ്ട് കേട്ടോ, 6 മണിയൊക്കെ. അപ്പൊ നമ്മൾ നേരത്തെ കുറച്ച് കിടക്കാറുണ്ട്, ഒരു 6 മണിക്കൂറെങ്കിലും ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അന്ന് രാത്രി ഞാൻ കിടന്നതിന് ശേഷം എനിക്ക് വയറ് ഭയങ്കര അപ്സെറ്റായി, ഭയങ്കര പ്രശ്നമായിട്ട് ഞാൻ 3:30-4 മണിക്കാണ് ഉറങ്ങുന്നത്. അപ്പോഴേക്ക് യുവി എണീക്കും ചെയ്തിരിക്കുന്നു. പിന്നെ ഞാനൊന്ന് ഉറങ്ങി വരുന്ന 6 മണിക്കാണ്. അപ്പം വിഷ്ണുവിനോട് താത്തു പോവാന്ന് പറയുന്നു. പക്ഷെ എന്തിനാ പോവാന്ന് പറഞ്ഞത്? ബെഡ്റൂമിൽ പിന്നെ യുവി ഇരിക്കണ്ടായിരുന്നില്ല. അപ്പൊ യുവിനെ കൊണ്ട് പിന്നെ പോകാൻ പറ്റുന്ന ഏക സ്ഥലം താഴത്തേക്കുള്ളൂ. പക്ഷെ പോയി കഴിഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞത് വെച്ചിട്ട് ഇവന് പൊതുവേ ഇങ്ങനെ സാധനങ്ങൾ കാണാനും ആ ഒരു എക്സൈറ്റ്മെന്റും ഒക്കെ ഉണ്ടല്ലോ, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അല്ലേ? ഇങ്ങനെ കണ്ണിങ്ങനെ തുറച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ മിസ് ചെയ്തു. ആ ഉറങ്ങിക്കുന്നു ഇപ്പൊ. ഇവന് വൈറ്റ് കളർ നല്ല ഭംഗിയല്ലേ? വൈറ്റ് ആണ് എനിക്ക് തോന്നിയത് ഇത്രട്ടേല്. നമ്മളങ്ങനെ റോസിന്റെ വീട്ടിലെത്തി. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാ റോസിന്റെ അങ്ങോട്ട് വരണേ കേട്ടോ. 4-5 ദിവസം ഞാൻ പറഞ്ഞില്ലേ നല്ല തിരക്കായിരുന്നു. ഇന്ന് തൊട്ടിട്ടാണ് ഇനി എല്ലാവരും ഒന്ന് കണ്ടു തുടങ്ങുന്നത്. ഞാൻ ഇവിടെ വന്നിട്ട് ആരെയും കണ്ടിട്ടില്ല. അല്ല, അൻഷിഫേനെയും ഷെറീറിനെയും പ്രദൂനെയും ഗീതുവിനെയും മാത്രമേ കണ്ടിട്ടുള്ളൂ. വേറെ ആരെയും കണ്ടിട്ടില്ല. പ്രദുവും ഗീതു ഇവിടെ ഇല്ല കേട്ടോ. നീതു നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്, ഗീതുവിന്റെ സിസ്റ്റർ. അപ്പൊ അവര് ഒരു സ്വിസ് ട്രിപ്പിലാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് അവര് 26-ാം തീയതിയാണ് തിരിച്ചെത്തുള്ളൂ. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ഐറ്റംസ് ആയിട്ട് പോട്ടെ. ഡോർ തുറന്നതിന് ശേഷം യുവിനെയും കൊടുന്ന് വരാം. ഹലോ. Hi guys. ഹലോ. അൻഷിഫ. ഹലോ. ഓ, ഞാൻ മാത്രമേ ഗ്രീനിലൂ. നിങ്ങൾ ആണോ? താങ്ക് യു. ഇവിടെ ഉള്ളത് എല്ലാം എനിക്കുള്ളതാ. യുവി ക്രിസ്മസ് ആഘോഷിക്കുന്നതിന്റെ മുന്നേ ഉറങ്ങിപ്പോയി. ഇവിടെ സ്ലീപ്പ് ടൈം ആയി. യുവി റെഡ് അല്ല. യുവി നിങ്ങളുടെ ഒപ്പം മാച്ച് ചെയ്യാൻ റെഡ് ക്യാപ്പും എന്റെ ഒപ്പം മാച്ച് ചെയ്യാൻ ഗ്രീൻ സ്വെറ്ററും. ഞാൻ ഈ ഡ്രസ്സൊക്കെ അതിന് കോൺഫിഡൻസ് നിൽക്കായിരുന്നു. അപ്പൊ നീ എന്നെ ഡൈപ്പർ വാങ്ങാൻ പോകാൻ പറഞ്ഞേ. ഞാൻ ഡൈപ്പർ വാങ്ങാൻ പോയി. ഡൈപ്പർ വാങ്ങാൻ പോയപ്പോ അവിടെ ഫോമറിൽ ഇതേ യൂണിഫോം പ്ലസ് സൂപ്പർ മാർക്കറ്റിലാണ് ചോദിച്ചു. ഫുൾ കോൺഫിഡൻസ് പോയി. റോസ് ഗിഫ്റ്റ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചോ? ഇതെന്താണ് ഒരു റോസ് ഇതിന്റെ ഇടയില്? എന്റെ തല എന്റെ ഞാൻ ഇതൊരു ഫ്ലോയില് നോക്കി വന്നപ്പോ ഇടയില് റോസ്. റൂഹി
റൂഹി മേരി ക്രിസ്മസ്. ഓ നല്ല രസമുണ്ടല്ലോ റൂഹിയുടെ ബോ കാണാൻ. നാട്ടിൽ പോയ സമയത്തൊക്കെ യുവിക്ക് ചെറുതായിട്ടൊരു പരിചയക്കേടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നാട്ടിൽ പോയിട്ട് കുറേ ആൾക്കാരെ കണ്ടതുകൊണ്ടാ തോന്നുന്നു ഇപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. എല്ലാവരോടും ഭയങ്കര കമ്പനിയാണ്. കുറേ നേരം ഇൻട്രാക്ട് ചെയ്യുന്നൊക്കെ കാണാം മുഖത്ത് നോക്കിയിട്ട്. സ്റ്റാർട്ടേഴ്സ് നമുക്ക് കട്ട്ലറ്റ് ഉണ്ട്. ഇത് ബീഫ് കട്ട്ലറ്റ് കേട്ടോ, ദീപേച്ചി ഉണ്ടാക്കിയിട്ട് വന്നതാണ്. പിന്നെ നമുക്ക് ഫ്രൂട്ട്സും ചീസും ഒക്കെ വെച്ചിട്ടുള്ള സംഗതി ഉണ്ട്. ബാക്കി ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്തോണ്ടിരിക്കുക. ഇത് നമുക്ക് കുടിക്കാൻ വേണ്ടി ഒരു മോക്ടെയിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇതിൽ റാസ്ബെറി പൈനാപ്പിൾ ജ്യൂസ് വരുന്നുണ്ട്. പിന്നെ ഒന്നെങ്കിൽ നമുക്ക് ജിഞ്ചർ ആല അല്ലെങ്കിൽ ജിഞ്ചർ ബിയർ യൂസ് ചെയ്യാം. ഇത് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെയാണ് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. ഇത് നമ്മുടെ ആൽബർട്ടൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ചീസാണ് കേട്ടോ. നമുക്കിവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മര്യാദയ്ക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് നമ്മളിത് അങ്ങനത്തെ ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ കിട്ടുന്ന കേട്ടോ. അതെടുത്ത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊരു ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിൽ എന്നിട്ട് ഇത് പിസ്താഷിയോയും ഡ്രൈഡ് റാസ്ബെറി കേട്ടോ. നമ്മുടെ പ്ലം കേക്ക് ഏതിന്റെയാണ് റോസ്? മട്ടാഞ്ചേരി സ്പൈസ് മച്ചുവേർഡ് പ്ലം കേക്ക് പന്തലിന്റെ. ഇത് ആൽക്കഹോൾ ഫ്രീ ആണല്ലേ? പക്ഷെ എല്ലാം നമ്മൾ ആൽക്കഹോളില് ഡിപ്പ് ചെയ്ത് വെക്കണ്ടെങ്കിൽ നമ്മളത് ബേക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാ ആൽക്കഹോളും പോവില്ലേ? പോകുന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ എന്നാലും സ്റ്റിൽ ഇവരൊന്നും കഴിക്കില്ല. പക്ഷെ ഇത് ആൽക്കഹോൾ ഫ്രീ ആണ്, അതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാം. ഇതാണ് നമ്മളുടെ പന്തലിന്റെ കേക്ക്. ഞാൻ പക്ഷെ കേട്ടിട്ടേ ഇല്ല കേട്ടോ. പക്ഷെ ഭയങ്കര പോപ്പുലർ ആണെന്ന് പറയായിരുന്നു. ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. കഴിച്ചിട്ട് പറയാം. സ്റ്റാർട്ടേഴ്സ് എല്ലാം വെച്ച് ടേബിൾ നമ്മൾ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. പ്ലം കേക്ക് ഉണ്ട്, റോസിൻ്റെ ഹോം മെയ്ഡ് വൈൻ ഉണ്ട്, പിന്നെ നമ്മുടെ മോക്ടെയിൽ ഉണ്ട്, ചിക്കൻ പബ്സ്, പിന്നെ ബീഫ് കട്ട്ലറ്റ്, പിന്നെ ബാക്കി ക്രിസ്മസ് കുക്കീസും എല്ലാം വെച്ച് ടേബിൾ നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഗൃഹനാഥൻ വന്ന് പ്ലം കേക്ക് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ക്രിസ്മസ് ഈവ് ശരിക്കും ബിഗിൻ ചെയ്യാന്നാട്ടോ റോസ് പറഞ്ഞത്. അപ്പോൾ ഗൃഹനാഥനായ വിനീനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. വിനി വന്ന് കേക്ക് കട്ട് ചെയ്തതിന് ശേഷം വേണം ഇതെല്ലാം ഓരോന്നോരോന്നായി കഴിച്ചു തുടങ്ങാൻ. Wish you a Merry Christmas. Wish you a Merry Christmas and Happy New Year. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. Yay! Merry Christmas! Merry Christmas! Yay! Merry Christmas! ഇത് ദീപ ചേച്ചിയുടെ ബീഫ് കട്ട്ലറ്റ് ആട്ടോ. പുറത്ത് നല്ല ക്രിസ്പി ജ്യൂസി. ഭയങ്കര അടിപൊളി. ഞാൻ ഇഷ്ടപ്പെട്ടു. സ്റ്റാർട്ടേഴ്സ് കഴിച്ച് കഴിഞ്ഞു. നമ്മൾ കുറച്ച് ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ചു കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ യുവി ഉറക്കാവും. പിന്നെ പിള്ളേരെല്ലാവരും അവരുടെ കളിയിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോസ് എടുക്കാനൊന്നും കിട്ടില്ല. അത് പുറത്തായി. എന്താ അത്? പ്ലാനറാണോ? ഓ വിഷു 2025. ആ ബുക്ക് ഞാൻ അടിച്ചു മാറ്റി കൊണ്ടുപോവാം. നമുക്ക് 10 ഇത് ഗൈഡായിട്ട് ഇറക്കാൻ പറ്റുമോ റോസ്? മറ്റേ ഫംഗ്ഷൻസ് റോഡ് മാപ്പ് ഒക്കെ ഉണ്ടല്ലോ അതിന്റെ പോലെ. എനിക്കിപ്പൊ കിട്ടിയേക്കുന്നത് വിനീനെന്ന് വെച്ചോ. ഞാനൊരു ടാസ്ക് എഴുതിയിട്ട് വിനിയുടെ പേര് കിട്ടിയത് എനിക്കാ. ഞാൻ പറഞ്ഞോട്ടെ. കിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാ. എന്നിട്ട് നമ്മള് ഇതിലിടും. എന്നിട്ട് കോർഡിനേറ്റർ ഓരോന്നായിട്ട് പിക്ക് അതായത് നമ്മൾക്ക് കൊടുക്കാനുള്ള ആൾക്കുള്ള ടാസ്ക് ആണ് നമ്മൾ എഴുതുന്നത്. അതായത് ഇപ്പൊ വിനിക്ക് എന്താ ഞാൻ കൊടുക്കണ്ടെങ്കിൽ അത് വേണം ഞാൻ എഴുതാൻ. അപ്പൊ ടാസ്ക് എഴുതുന്നു. എന്നിട്ട് വിനിയുടെ പേര് എഴുതുന്നു. എന്നിട്ട് വിനി ഓരോരുത്തരെ ഇത് എടുത്തിട്ട് പറയണം. എന്നിട്ട് അയാൾ വന്ന് ടാസ്ക് ചെയ്ത് കഴിയുമ്പോ അയാൾക്ക് ഗസ് ചെയ്യാം ആരാണ് ടാസ്ക് തന്നെയാണ്. ഇല്ല അങ്ങനെ ഗിഫ്റ്റ് ഇല്ല. വേറെ ആരെങ്കിലും വന്നിട്ട് അത് ചെയ്യുവാണെങ്കിൽ അയാൾക്ക് ആ ഗിഫ്റ്റ്. എല്ലാരും പോയിട്ട് ടാസ്ക് എഴുതിട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. നീ എനിക്ക് വെറുതെ ഒരു ടാസ്ക് പറഞ്ഞാൽ എഴുതാൻ വേണ്ടിട്ട് ഷെറിയപ്പോ റോസ് ടിഷ്യൂ ഇതിലേ സാധാരണ ടിഷ്യൂ പോലെ എസ്തെറ്റിക് റോസ്. എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ടല്ലോ. ഇന്നലെ രാത്രി സാന്റ വന്നിരുന്നു. എന്നിട്ട് നിങ്ങൾ എല്ലാരും ഗുഡ് ഗേൾസും ബോയ്സും പറഞ്ഞപ്പോ കുറച്ച് ഗിഫ്റ്റ് തന്നു.
കഴിഞ്ഞു കഥ. ഇന്നലെ സാൻഡ് വന്നു കേട്ടോ. ഞാൻ ഈ ക്യാമറ കയ്യിൽ പിടിച്ച് കൂക്കുമുളിക്കുകയൊക്കെ ചെയ്യുകൊണ്ട് എൻ്റെ ശബ്ദം എനിക്ക് തന്നെ വളരെ ബോറായി തോന്നുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ഭാഗം അങ്ങോട്ട് മ്യൂട്ട് ചെയ്തേക്കുക കേട്ടോ. പിന്നെ നമ്മൾ പിള്ളേർക്ക് എല്ലാവർക്കും വാങ്ങിയ ഗിഫ്റ്റ് എല്ലാം കൊടുത്തു. ഞാൻ സത്യം പറഞ്ഞാൽ യുവിക്കുള്ള ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടി മറന്നു കേട്ടോ. പിന്നെ ഈ ഒരു പ്രായമാകുമ്പോൾ നമ്മൾ എടുക്കാൻ മറന്നാലും അത് വലിയ വിഷയമൊന്നും ആവില്ലല്ലോ, കാരണം അവർക്ക് അറിയില്ല. അതുകൊണ്ട് യുവിയുടെ ഗിഫ്റ്റ് കാര്യമായി നാളെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ബാക്കി എല്ലാ പിള്ളേർക്കും നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുത്തു. സാൻഡ തന്ന ഗിഫ്റ്റാന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോൾ ഇവർക്കൊരു പ്രത്യേക താല്പര്യമാണല്ലോ. അപ്പോൾ ഓരോ കൊല്ലം അവർക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള വിഷ് ലിസ്റ്റൊക്കെ അവർ തരും കേട്ടോ. അതിനനുസരിച്ചിട്ടാണ് ഇവർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാറ്. യുവി സുഖമായി കിടന്ന് ഉറങ്ങുന്നൊക്കെ ഒരു വിഷയമില്ല. ഷെറീർ ആകെ മൊത്തം ക്രിസ്മസ് തീമിലാണല്ലോ. ടിഷ്യൂ, കണ്ണട, നല്ല രസമുണ്ട് നിങ്ങളെ കാണാൻ. ദീപ ചേച്ചി കൂടെ കണ്ണട വെക്കോ, കണ്ണട വെക്കോ. സീക്രട്ട് സാൻഡ തുടങ്ങിട്ടോ. റോസിന് കിട്ടിയത് ഇപ്പൊ കേക്ക് എടുത്തിട്ട് നെയ്ബറിന് കൊണ്ട് കൊടുക്കണം. സമയം അത്ര ലേറ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ റോസിൻ്റെയും വിനിയുടെയും വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു നെയ്ബർ തന്നെയാണ് തിയോ. തിയോക്കെയാണ് പ്ലം കേക്ക് കൊടുത്ത് ഹോ 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 എന്ന് പറയണം, അതായിരുന്നു കൊടുത്ത ടാസ്ക്. പിന്നെ ചെറുതായിട്ടൊരു സാൻഡയുടെ വേഷം കെട്ടാൻ വേണ്ടിയിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. റോസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ അടിപൊളിയായിട്ട് ആ ഒരു സ്പിരിറ്റിലെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ റോസ് പോയി റോസിൻ്റെ ടാസ്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്തു തീർത്തു. പിന്നെ തിയോയും പാർട്ട്ണറും റീസെൻ്റ് ആയിട്ട് ഈ ഒരു വീട്ടിലോട്ട് മൂവിങ് ചെയ്താ കേട്ടോ. അവരൊരു യങ് കപ്പിളാണ് കേട്ടോ. പിന്നെ ഇവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കിടയ്ക്ക് ഡിന്നറിനൊക്കെ പോകുന്നുണ്ട്, നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. റോസിന് ദിബിൻ ചേട്ടൻ വാങ്ങിയ ഗിഫ്റ്റൊക്കെ കൊടുത്തു. അതിനുശേഷം നമ്മൾ ഓരോരുത്തരും എഴുതിയ ടാസ്ക് ഒക്കെ എടുത്ത് ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ടാസ്ക് നല്ല ഭംഗിക്ക് ചെയ്തു, ഗിഫ്റ്റൊക്കെ കൊടുത്തു. അങ്ങനെ നല്ലൊരു ഫണ്ണായിട്ടുള്ള കുറച്ച് സമയമായിരുന്നു. എന്താ ഇതിന് 5 യൂറോ ഒന്നല്ല വിനി, ഒന്ന് പോയേ, ഒന്ന് പോയേ, ഒന്ന് പോയേ. ഇതെല്ലാം 5 യൂറോക്ക് താഴെ, അതായത് ഒന്ന് 5 യൂറോക്ക് താഴെ, എല്ലാം കൂടെ 5 യൂറോ. ഒന്ന് പോയേ വിനി, ഒരിക്കൽ. അത് കിട്ടാണല്ലോ, ഐഷുക്കുണ്ട്. അതാരോ നല്ല മനസ്സുള്ള ആരോ. ഒരു മാസം എന്താണ് എന്താണ് സ്റ്റാർട്ടേഴ്സ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് ഇനി മെയിൻ കോഴ്സ് വെക്കാൻ വേണ്ടി പോവാണ്. ബ്രിയോഷ് ബ്രെഡ്, ക്രീമി ചിക്കൻ, അപ്പം, പെപ്പർ ചിക്കൻ, പ്രോൺസ് പൊള്ളിച്ചത്, ബീഫ് കൊണ്ടാട്ടം, ക്യാപ്സിക്കം റൈസ്. ഇതാണ് പ്രസന്റേഷൻ. എങ്ങനെ ചേട്ടാ? പെപ്പർ ചക്കൻ, ഒരു പെപ്പർ ചക്കൻ എടുക്കട്ടെ. നല്ല ഗംഭീരമായ ഡിന്നറായിരുന്നു. ഇതായിരുന്നു കേട്ടോ എൻ്റെ പ്ലേറ്റ്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ചെമ്മീൻ പൊള്ളിച്ചതായിരുന്നു. അടിപൊളിയായിരുന്നു അത്. ഹാപ്പി ആനിവേഴ്സറി.
ദീപ ചേച്ചിയുടെയും ദിബിൻ ചേട്ടൻ്റെയും വെഡിങ് ആനിവേഴ്സറി December 25-നാണ് കേട്ടോ. അത് ആക്ച്വലി പ്ലം കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാൻ വേണ്ടി മറന്നു, റോസിന് അറിയുന്നുണ്ടായിരുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ തവണയും നമ്മുടെ പ്ലം കേക്ക് കട്ട് ചെയ്യുന്ന പരിപാടി ദിബിൻ ചേട്ടനും ദീപ ചേച്ചിയും കൂടെയാണ് കേട്ടോ ചെയ്യാറ്. ഇത്തവണ അതൊന്നൊരു ചെറിയ വ്യത്യാസത്തിൽ ഡെസേർട്ട് കട്ട് ചെയ്തിട്ടാണ് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മളിതേ വീട്ടിലോട്ട് പോവുകയാണ്. ഇന്ന് ദീപ ചേച്ചി നമ്മുടെ വീട്ടിലോട്ട് വരിക കേട്ടോ. പോയിട്ട് വരാം. അപ്പോൾ നമ്മുടെ അടുത്ത വ്ളോഗായി പെട്ടെന്ന് തന്നെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സ്നേഹം, കല്യാണം. ഇവിടെ ഇപ്പോൾ ഒന്ന് വണ്ടിയിൽ ഒരാളും കൂടെ ഉണ്ട്. ആരാണ്? തലയൊന്ന് കാണിക്കൂ, കുട്ടിത്തല. ശിവൻ ഐശ്വന്റെ വീട്ടിലല്ലേ? നാളെ ഞങ്ങളും ദീപ ചേച്ചിയും അമ്മു ചേച്ചി അച്ചേച്ചിയും എല്ലാവരും കൂടെ വന്നിട്ടൊരു ചെറിയ ക്രിസ്മസ് സെലിബ്രേഷനും കൂടെ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ക്രിസ്മസ് സെലിബ്രേഷൻ അവസാനിപ്പിക്കും അല്ലേ വിഷ്ണു? കയ്യ് തണുത്തിട്ട് വിറക്കിയേട്ടോ. എൻ്റെ യുവിക്ക് തണുക്കണില്ലേ? അപ്പം ശരിക്കും ടാറ്റ, പെട്ടെന്ന് തന്നെ എടുത്തോളാം, കേട്ട് കാണാം.